നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ ഉയർന്ന UV സൂചിക അലർട്ട്. 11ഉം 20ഉം ഏപ്രിൽ തീയതികളിൽ പത്തനംതിട്ടയും ഇടുക്കിയും ജില്ലകളിൽ UV സൂചിക 8 എന്ന ഏറ്റവും ഉയർന്ന നിലയിൽ രേഖപ്പെടുത്തി. ഇത് ആരോഗ്യ ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ദീർഘസമയം സൂര്യപ്രകാശത്തിൽ തുടരുന്നതിനെതിരെ അധികൃതർ മുന്നറിയിപ്പ് നൽകി. സൺസ്ക്രീൻ ഉപയോഗിക്കാനും സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കാനും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ പുറംപ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്താനും ജനങ്ങളോട് നിർദ്ദേശിച്ചു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉയരുന്ന വേനൽ ചൂടിനിടയിൽ കുട്ടികളും മുതിർന്നവരും പുറം തൊഴിലാളികളും വീടിനുള്ളിൽ തന്നെ തുടരണമെന്ന് അഭ്യർത്ഥിച്ചു. ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ കേസുകൾ വർദ്ധിച്ചതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂരിൽ CPM പോൾ തന്ത്രജ്ഞനെ പുറത്താക്കി. പയ്യന്നൂരിൽ രാഷ്ട്രീയ വൈരാഗ്യവുമായി ബന്ധപ്പെട്ട കാർ കത്തിക്കൽ സംഭവത്തെ തുടർന്ന് വിസിൽബ്ലോവർ കുഞ്ഞികൃഷ്ണന്റെ പോൾ തന്ത്രജ്ഞനായ പുരുഷോത്തമനെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അച്ചടക്കലംഘനങ്ങളും ആന്തരിക സംഘർഷങ്ങളും കാരണമായി പാർട്ടി വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് ശേഷമുള്ള വിശകലനത്തിന് മുൻപായി ഉത്തരകേരളത്തിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനുള്ളിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെയാണ് ഈ നടപടി ചൂണ്ടിക്കാണിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അടുത്തുവരുമ്പോൾ ഐക്യത്തെക്കുറിച്ച് പ്രാദേശിക നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രീ മൺസൂൺ കാലത്തെ ഇടവിട്ട മഴ കേരളത്തെ നനച്ചു. 11ഉം 20ഉം ഏപ്രിൽ തീയതികളിലുണ്ടായ അപ്രതീക്ഷിതമായ മഴ പല ജില്ലകളിലും ആശ്വാസം നൽകി. എന്നാൽ മരങ്ങൾ അപ്രൂട്ടഡ് ചെയ്യപ്പെടുകയും ചെറിയ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇടിമിന്നലോടുകൂടിയ കൂടുതൽ ഇടവിട്ട മഴയ്ക്ക് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് പ്രവചനം നൽകി. വിളകൾക്ക് ഈർപ്പം ലഭിച്ചതിനെ കർഷകർ സ്വാഗതം ചെയ്തെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകി. മഴയുണ്ടായിട്ടും ഉൾപ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം പോലുള്ള സാഹചര്യം തുടർന്നു. ചൂട് കാരണം പാലക്കാട് സ്കൂളുകൾ ഓൺലൈനായി. ഏകദേശം 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനിലയെ തുടർന്ന് കടുത്ത ചൂടാവസ്ഥയെ ഉദ്ധരിച്ച് പാലക്കാട് ജില്ലാ ഭരണകൂടം 20 ഏപ്രിൽ മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ ക്ലാസുകൾ നടത്തണമെന്ന് ഉത്തരവിട്ടു. വിദ്യാർത്ഥികളെ അമിത ചൂടിലും ജലക്ഷയത്തിലും നിന്ന് രക്ഷിക്കാനാണ് ഈ തീരുമാനം. കേരളയിൽ പാര ഉയരുന്നതിനിടെ മറ്റു ഉയർന്ന താപനിലയുള്ള ജില്ലകളിലും സമാന നടപടികൾ പരിഗണിക്കപ്പെടുന്നു. ഇടുക്കിയിൽ ജീപ്പ് കയത്തിലേക്ക് വീണു. ഇടുക്കിയിലുണ്ടായ ദാരുണമായ റോഡ് അപകടത്തിൽ 6 മാസം പ്രായമുള്ള ശിശുവടക്കം 2 പേർ മരിച്ചു. ഒരു ജീപ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ആഴമുള്ള കയത്തിലേക്ക് വീണതിനെ തുടർന്ന് 10 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ ഉടൻ സ്ഥലത്തെത്തി. യാന്ത്രിക തകരാർ അല്ലെങ്കിൽ ഡ്രൈവറുടെ ക്ഷീണം പോലുള്ള സാധ്യതകൾ പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. മലനിര പ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട റോഡ് സുരക്ഷ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ ഈ സംഭവം വീണ്ടും ശക്തമാക്കി. മലപ്പുറത്ത് ഭഗവാൻ കൃഷ്ണനെ മാംസാഹാര വസ്തുക്കളോടൊപ്പം ചിത്രീകരിച്ച വിവാദ വിഷു പോസ്റ്റർ പ്രതിഷേധത്തിനിടയാക്കി. ഇതിനെ തുടർന്ന് 3 പേർ അറസ്റ്റിലായി. ഉത്സവകാലത്ത് ഹിന്ദുവികാരങ്ങളെ അപമാനിക്കുന്നതാണെന്ന് ആരോപിച്ച് സാംസ്കാരികവും മതപരവുമായ സംഘടനകൾ കടുത്ത വിമർശനം ഉന്നയിച്ചു. ചേർത്തലയിൽ നടന്ന സമാനമായ വിവാദത്തെ ഇത് ഓർമ്മിപ്പിക്കുകയും പൊതുപ്രദർശനങ്ങളിലെ സാംസ്കാരിക സാവധാനതയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാക്കുകയും ചെയ്തു. താപനില ഉയരുന്നതിനെ തുടർന്ന് കേരളയിൽ ദിവസേനയുള്ള വൈദ്യുതി ഉപഭോഗവും പീക്ക് ഡിമാൻഡും ഇതുവരെ കണ്ട ഏറ്റവും ഉയർന്ന നിലയിലെത്തി. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അധിക വൈദ്യുതി വാങ്ങി ആവശ്യകത കൈകാര്യം ചെയ്തു. ഉപഭോക്താക്കളോട് ഊർജ്ജ സംരക്ഷണം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. വീടുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും എയർ കണ്ടീഷണറുകളും ഫാനുകളും കൂടുതൽ ഉപയോഗിക്കുന്നത് ആവശ്യകത വർദ്ധിക്കാൻ പ്രധാന കാരണമായി. LPG ക്ഷാമം ഹൌസ് ബോട്ട് ടൂറിസത്തെ ബാധിച്ചു. ദേശീയ തലത്തിലുള്ള LPG പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കേരളയിലെ ബാക്ക് വാട്ടർ ടൂറിസം ഓപ്പറേറ്റർമാർ ഗുരുതര വെല്ലുവിളികൾ നേരിട്ടു. ടൂറിസ്റ്റുകൾക്കായുള്ള പാചകത്തിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് ഹൌസ് ബോട്ട് ഉടമകൾ അറിയിച്ചു. ഇതോടെ സേവന ഗുണമേന്മയ്ക്ക് ബാധയുണ്ടായി. ദേശീയ നയങ്ങളെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് അടിയന്തര വിതരണ ഇടപെടൽ ആവശ്യപ്പെട്ടു. പീക്ക് സമ്മർ സീസണിൽ ഒരു പ്രധാന ടൂറിസം മേഖലയിലെ വരുമാനം ഈ പ്രതിസന്ധി അപകടത്തിലാക്കുന്നു. പ്രശസ്ത ന്യൂറോസർജൻ ഡോക്ടർ ജേക്കബ് എബ്രഹാമിന്റെ അന്ത്യം. 94 വയസ്സുള്ള പ്രശസ്ത ന്യൂറോസർജൻ ഡോക്ടർ ജേക്കബ് എബ്രഹാം കേരളത്തിൽ അന്തരിച്ചു. മെഡിക്കൽ ശാസ്ത്രത്തിൽ നൽകിയ മുൻഗാമി സംഭാവനകൾക്കും അനേകം സങ്കീർണ ശസ്ത്രക്രിയകൾ നടത്തിയതിനും അദ്ദേഹം ഓർമ്മിക്കപ്പെട്ടു. മെഡിക്കൽ സമൂഹവും രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയും കേരള ജനങ്ങൾക്ക് ആരോഗ്യ പരിചരണത്തോടുള്ള അദ്ദേഹത്തിന്റെ ആയുഷ്കാല സമർപ്പണം എടുത്തുപറയുകയും ചെയ്തു. കോഴിക്കോട് ഹാർബറിൽ 2 കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചു. കോഴിക്കോട് ബേപ്പൂർ ഹാർബറിൽ മത്സ്യബന്ധന ബോട്ടിന്റെ എഞ്ചിനിൽ നിന്ന് പുറപ്പെട്ട വിഷവാതകങ്ങൾ ശ്വസിച്ചതിനെ തുടർന്ന് 2 കുടിയേറ്റ തൊഴിലാളികൾ മരിച്ചു. സാധാരണ ജോലി സമയത്താണ് സംഭവം നടന്നത്. അധികൃതർ അന്വേഷണം ആരംഭിച്ചു. തുറമുഖങ്ങളിൽ കൂടുതൽ കർശനമായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ആവശ്യപ്പെട്ട് തൊഴിലാളി ക്ഷേമ സംഘടനകൾ രംഗത്തെത്തി. കേരളയിലെ തീരദേശ വ്യവസായങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾ നേരിടുന്ന തുടർച്ചയായ അപകടങ്ങൾ ഈ സംഭവം വെളിപ്പെടുത്തുന്നു.
തൃശൂരിൽ പാമ്പ് കടിയേറ്റ് 8 വയസ്സുകാരൻ മരിച്ചു. തൃശൂരിൽ വീട്ടിൽ ഉറങ്ങുന്നതിനിടെ വിഷമുള്ള പാമ്പ് കടിയേറ്റ് 8 വയസ്സുള്ള ബാലൻ മരിച്ചു. സഹോദരൻ ഗുരുതരാവസ്ഥയിലാണ്. ചൂടും ഈർപ്പവും കൂടിയ കാലാവസ്ഥയിൽ പാമ്പ് കാഴ്ചകൾ വർദ്ധിക്കുന്നതിനാൽ ആരോഗ്യ ഉദ്യോഗസ്ഥർ ബാധ്യതയുള്ള പ്രദേശങ്ങളിൽ ആന്റി വെനം കിറ്റുകൾ വിതരണം ചെയ്യുന്നു. പാമ്പ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവത്കരണ ക്യാമ്പയിനുകളും ശക്തമാക്കി. കൊച്ചി മെട്രോ ഉപയോഗശൂന്യമായ ഈ ഓട്ടോറിക്ഷകൾ നീക്കം ചെയ്തു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കലൂർ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 30 ഉപയോഗശൂന്യമായ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി. സ്ഥലം ലഭ്യതയും സൌന്ദര്യവും മെച്ചപ്പെടുത്തുന്നതിനായി യാത്രക്കാർ ഈ നടപടിയെ സ്വാഗതം ചെയ്തെങ്കിലും ഈ വാഹനങ്ങൾക്ക് മെച്ചപ്പെട്ട പാർക്കിംഗ് സൌകര്യങ്ങൾ വേണമെന്ന് ഓപ്പറേറ്റർമാർ ആവശ്യപ്പെട്ടു. സ്റ്റേഷന്റെ ശുചിത്വവും യാത്രാനുഭവവും മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം. കേരള ലോട്ടറി ഭാഗ്യതാര BT 50 ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 20 ഏപ്രിൽ 2026 ഭാഗ്യതാര BT 50 ലോട്ടറി ഡ്രോ നടത്തി. ഒന്നാം സമ്മാനം 1 കോടി രൂപയാണ്. സംസ്ഥാനത്തുടനീളം ആയിരക്കണക്കിന് ടിക്കറ്റുകൾ വിറ്റു. വിജയികൾ ഔദ്യോഗിക കേരള സംസ്ഥാന ലോട്ടറി വെബ്സൈറ്റിൽ ഫലങ്ങൾ പരിശോധിക്കുകയും സമ്മാനം നഷ്ടപ്പെടാതിരിക്കാൻ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവകാശപ്പെടുകയും ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. ജ്യൂസ് കടകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കി. ഉയരുന്ന ചൂടിനിടയിൽ ജ്യൂസ് കടകളിലും ബോട്ടിൽ വെള്ളം വിൽക്കുന്ന ഔട്ട്ലെറ്റുകളിലും ശുചിത്വ ലംഘനങ്ങൾ പരിശോധിക്കാൻ അധികൃതർ പ്രത്യേക പരിശോധനാ ക്യാമ്പയിൻ ആരംഭിച്ചു. നിരവധി സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ അടച്ചുപൂട്ടുകയോ ചെയ്തു. തണുത്ത പാനീയങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജലജന്യവും ഭക്ഷ്യജന്യവുമായ രോഗങ്ങൾ തടയുന്നതിനാണ് ഈ നടപടി. മലങ്കര പള്ളികളുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. എറണാകുളത്തും പാലക്കാടുമുള്ള 6 മലങ്കര പള്ളികളുടെ സർക്കാർ ഏറ്റെടുക്കലിന് നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് കേരള ഹൈക്കോടതി റദ്ദാക്കി. മതസ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ കോടതികൾക്ക് ഉത്തരവിടാൻ കഴിയില്ലെന്ന് വിധിയിൽ പറഞ്ഞു. ദീർഘകാലമായി തുടരുന്ന തർക്കത്തിൽ വിവിധ വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഈ തീരുമാനം മതകാര്യങ്ങളിൽ ന്യായാധിപത്യ പരിധികൾക്ക് ഊന്നൽ നൽകുന്നു. കഥിത ലവ് ജിഹാദ് കേസുകളിൽ നടപടി ആവശ്യപ്പെട്ട് VHP കേരള സർക്കാരിനോട് കഥിത ലവ് ജിഹാദ് കേസുകളിൽ ഇടപെടണമെന്നും കർശനമായ നിരീക്ഷണവും അന്വേഷണവും നടത്തണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു. അന്തർധർമ്മ വിവാഹങ്ങളും സ്ത്രീ സുരക്ഷയും സംബന്ധിച്ച ചർച്ചകൾ ഇതോടെ വീണ്ടും ശക്തമായി. വിഷയത്തിന്റെ സുനിശ്ചിതത്വം കണക്കിലെടുത്ത് രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത പ്രതികരണങ്ങൾ അറിയിച്ചു. കേരളയുടെ പേര് കേരളമാക്കാനുള്ള പ്രമേയത്തിന് ക്യാബിനറ്റ് അംഗീകാരം. സംസ്ഥാന ക്യാബിനറ്റ് ഔദ്യോഗികമായി കേരളയുടെ പേര് കേരളമായി മാറ്റാനുള്ള പ്രമേയത്തിന് അംഗീകാരം നൽകി. ആവശ്യമായ ബിൽ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ ഇനി മുന്നോട്ടു പോകും. സാംസ്കാരികവും ഭാഷാപരവുമായ ഈ നീക്കം സംസ്ഥാനത്തിന്റെ തിരിച്ചറിവ് കൂടുതൽ ശരിയായി പ്രതിഫലിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലാണ്. CPM വിമതൻ പയ്യന്നൂരിൽ പാർട്ടി ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. ഒരിക്കലും CPM അല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്തിട്ടില്ലാത്ത കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ ഒരു വിമത CPM സ്ഥാനാർത്ഥി പാർട്ടിയുടെ ദീർഘകാല പിടിക്കെതിരെ മത്സരിക്കുന്നു. ഫലവിശകലനത്തിന് മുൻപായി ഈ പരമ്പരാഗത ഇടതുപക്ഷ കോട്ടയിൽ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നതാണ് ഈ നീക്കം. അല്പസംഖ്യ വോട്ടർമാർ UDF ഭാഗത്തേക്ക് മാറാനുള്ള സാധ്യത. മലബാറിൽ മുസ്ലിം വോട്ടർമാർ LDF മുതൽ UDF വരെ സൂക്ഷ്മമായ പുനർസമീകരണം നടത്തുന്നതായി രാഷ്ട്രീയ വിശകലകർ നിരീക്ഷിച്ചു. അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ഈ മാറ്റം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിരവധി ഉത്തരമണ്ഡലങ്ങളുടെ ഫലത്തെ സ്വാധീനിക്കാം. കേരള തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സീറ്റുകൾ. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം തുടങ്ങിയ സീറ്റുകൾ 2026 തെരഞ്ഞെടുപ്പിൽ നിർണായക പോരാട്ടഭൂമികളായി മാറുന്ന വോട്ടർ മുൻഗണനകളുടെ പശ്ചാത്തലത്തിൽ LDF, UDF, NDA എന്നീ മുന്നണികളുടെ ശക്തി പരിശോധിക്കുന്ന ത്രികോണ മത്സരങ്ങളാണ് ഇവിടങ്ങളിൽ പ്രതീക്ഷിക്കുന്നത്.